പ്രിയപ്പെട്ട കുട്ടികൾക്ക് ടാർജറ്റ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്ലസ് ടു സുവോളജിയുടെ ആദ്യ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ 3 ക്ലാസ്സുകൾ മുമ്പ് അവതരിപ്പിച്ചു. ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്പെർമറ്റോജനസിസ്, oogenesis എന്നീ പ്രോസസ്സുകൾ കമ്പയർ ചെയ്തു, ഡിഫറൻസുകളൊക്കെ പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹോർമോണൽ ആക്ഷൻ ഓൺ സ്പെർമറ്റോജനസിസ് ആണ്. അതായത് ഈ സ്പെർമറ്റോജനസിസ് എന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ, സ്പേമിൻ്റെ ഫോമേഷൻ, സ്പ്രറ്റോഗോണിയ എന്നു പേരുള്ള മെയിൽ ജേം സെല്ലുകളിൽ നിന്നും സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സ് അല്ലേ? ആ സ്പെർമറ്റോജനസിസ് എന്ന പ്രോസസ്സിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ചില ഹോർമോണുകളുണ്ട് കേട്ടോ. ചില ഹോർമോണുകൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഹോർമോണുകളാണ് ഈ സ്പെർമറ്റോജനസിസ് എന്ന പ്രോസസ്സിനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ അവയിൽ ആക്ട് ചെയ്യുന്നത്? നോക്കൂ, ഈ ഡയഗ്രം കണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് GnRH. എന്താ GnRHൻ്റെ ഫുൾ ഫോം? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. എന്താണ്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. റിലീസിങ് ഹോർമോൺ എന്ന പേര് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരും? ഹൈപ്പോതലാമസ് ഓർമ്മ വരും. കാരണം ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണൊക്കെ അല്ലേ? അപ്പോൾ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ആരെയാണ് നമ്മൾ ഗൊണാഡോട്രോപ്പിൻ എന്ന് വിളിക്കാറുള്ളത്? 2 ഹോർമോണുകളെയാണ്. ആരൊക്കെയാണത്? അതും ഡയഗ്രത്തിൽ കാണാം, LH, FSH. എന്തായാലും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ ആക്ട് ചെയ്യുന്നു. അതായത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണുകൾ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഗൊണാഡോട്രോപ്പിൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട LHഉം FSHഉം റിലീസ് ചെയ്യുന്നു. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് LHഉം FSHഉം. ആ LHഉം FSHഉം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തണം. ഓക്കെ, എന്നിട്ട് എന്താണ് LHൻ്റെ ഫംഗ്ഷൻ? LHൻ്റെ ഫംഗ്ഷൻ പഠിക്കാൻ എളുപ്പമാണ്, മാറിപ്പോലും കേട്ടോ. LH ആക്ട് ഓൺ ലീഡിക് സെൽ. LHന് ഫുൾ ഫോം പറഞ്ഞിട്ടില്ലല്ലോ. LHന് ഫുൾ ഫോം എന്താ? ലൂട്ടിനൈസിങ് ഹോർമോൺ. എന്താണ്? ലൂട്ടിനൈസിങ് ഹോർമോൺ. അപ്പോൾ LH അഥവാ ലൂട്ടിനൈസിങ് ഹോർമോൺ ആക്ട്സ് ഓൺ ലീഡിക് സെൽ. അവരെന്ത് ചെയ്യുന്നു? ലീഡിക് സെല്ലുകളിൽ ആക്ട് ചെയ്യുന്നു. ലൂട്ടിനൈസിങ് ഹോർമോൺ ലീഡിക് സെല്ലുകളിലാണ് ആക്ട് ചെയ്യുന്നത്. ആ L വെച്ചിട്ട് 2 L ആണ്. ലൂട്ടിനൈസിങ് ഹോർമോൺ ലീഡിക് സെൽ, മാറിപ്പോരത്തെ. ആ ലീഡിക് സെല്ലുകളിൽ ആക്ട് ചെയ്യുന്നതോടുകൂടെ ലീഡിക് സെല്ലുകൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലീഡിക് സെല്ലിൻ്റെ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ തന്നെ സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രോജൻ എന്ന് പറഞ്ഞിരുന്നു. ലീഡിക് സെല്ലുകൾ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ്രോജൻ എന്ന മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ബോഡിയിൽ, മെയിലിൻ്റെ ബോഡിയിൽ സ്പെർമറ്റോജനസിസ് എന്ന പ്രോസസ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ ഗൊണാഡോട്രോപ്പിൻ വിഭാഗത്തിൽപ്പെട്ട അടുത്ത ഹോർമോണാണ് FSH അല്ലേ? FSHൻ്റെ ഫുൾ ഫോം എന്താ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ സെർട്ടോളി സെൽസിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അവിടെ ഒരു S ഉണ്ടല്ലോ FSHൽ. അപ്പോൾ FSH സെർട്ടോളി സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? സെർട്ടോളി സെൽസ് ദേ പ്രൊഡ്യൂസ് ഫാക്ടേഴ്സ് ഫോർ സ്പെർമിയോജനസിസ്. സ്പെർമിയോജനസിസ് എന്ന പ്രോസസ്സ് നടക്കാൻ ആവശ്യമായ ചില ഫാക്ടേഴ്സ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? സെർട്ടോളി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പെർമിയോജനസിസ് മറന്നിട്ടില്ലല്ലോ. എന്തായിരുന്നു സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പെർമാറ്റിഡുകൾ സ്പെർമറ്റോസോവ അഥവാ സ്പേമായി മാറുന്ന പ്രോസസ്സ് അല്ലേ? കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻറ്റു സ്പെർമറ്റോസോവ ഈസ് നോൺ ആസ് സ്പെർമിയോജനസിസ്. അങ്ങനെ ആ സ്പെർമാറ്റിഡുകൾ സ്പെർമറ്റോസോവയായി മാറാൻ ആവശ്യമായ ചില ഫാക്ടറുകൾ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സെർട്ടോളി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സ്പെർമറ്റോജനസിസ് എന്ന പ്രോസസ്സിലുള്ള ഹോർമോണിൻ്റെ ആക്ഷനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഫോളിക്കിൾസിനെ സംബന്ധിച്ചാണ്. ഫോമേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. നേരത്തെ നമ്മൾ പറഞ്ഞു, ചിത്രം കണ്ടപ്പോൾ നിങ്ങൾ അതിൽ പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ ഇങ്ങനെ പലതും കണ്ടു അല്ലേ? എന്താണ് ഇതൊക്കെ ഒന്ന് നോക്കാം. ഫോമേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. oogenesis എന്ന പ്രോസസ്സ്, oogenesis നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പ്രൈമറി oocyteൽ നിന്നും സെക്കൻഡറി oocyte ഉണ്ടായി, സെക്കൻഡറി oocyteൽ നിന്നും എഗ്ഗ് ഉണ്ടായി നമ്മൾ പഠിച്ചു അല്ലേ? പ്രൈമറി oocyte മിയോസിസ് 1ന് വിധേയമായിട്ട് സെക്കൻഡറി oocyte ഉണ്ടായി. സെക്കൻഡറി oocyte മിയോസിസ് 2 നടന്നിട്ടാണ് എന്തുണ്ടായത്? ഓവം, എഗ്ഗ് ഉണ്ടായതൊക്കെ പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പഠിക്കാൻ പോണത്.
oogenesisന്റെ സമയത്ത് പ്രൈമറി oocyte ഗെറ്റ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ്. എന്ത് സെല്ലുകളാണ്? ഗ്രാനുലോസ സെൽസ് ആൻഡ് നോൺ ആസ് പ്രൈമറി ഫോളിക്കിൾ. ഈ oogenesisന്റെ സമയത്ത് പ്രൈമറി oocyte എന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, എവിടുന്ന് പ്രൈമറി oocyte ഉണ്ടായത്? ഊഗോണിയിൽ നിന്ന് അല്ലേ? നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയല്ലേ oogenesis. ഊഗോണിയിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഊഗോണിയ മൈറ്റോസിസിന് വിധേയമായിട്ട് പ്രൈമറി oocyte ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രൈമറി oocyteനെ പൊതിഞ്ഞുകൊണ്ട് എ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് വരുന്നു. ഗ്രാനുലോസ സെല്ലുകളുടെ ഒരു ലെയർ വരും കേട്ടോ. അതോടുകൂടെ നമ്മൾ ആ സ്ട്രക്ചറിന് എന്ത് വിളിച്ചു നിങ്ങൾക്ക്? പ്രൈമറി ഫോളിക്കിൾ. എന്തുണ്ടായി? പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായി. അപ്പോൾ എങ്ങനെ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവുക? പ്രൈമറി oocyteനെ കവർ ചെയ്തുകൊണ്ട്, ആവരണം ചെയ്തുകൊണ്ട് ഒരു ലെയർ ഗ്രാനുലോസ സെല്ലുകൾ വന്നാൽ അതെന്തായി മാറി? പ്രൈമറി ഫോളിക്കിളായി മാറി. ഇപ്പോൾ ഈ പ്രൈമറി ഫോളിക്കിളിനകത്താരുണ്ട്? പ്രൈമറി oocyte ഉണ്ട് അല്ലേ? പ്രൈമറി oocyteൻ്റെ പുറത്തല്ലേ ഗ്രാനുലോസ സെല്ലുകൾ വന്നത്? അപ്പോൾ പ്രൈമറി oocyte അകത്തായില്ലേ? അപ്പോൾ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായിട്ടോ. ഇനി the primary follicles get surrounded by more layers of granulosa cells and a new theca is formed and is called secondary follicle. ഇനി ഈ പ്രൈമറി ഫോളിക്കിളിനെ ചുറ്റിക്കൊണ്ട് സറൗണ്ട് ചെയ്തുകൊണ്ട് പിന്നെയും കുറേ ഗ്രാനുലോസ സെല്ലുകളുടെ ലെയർ വരും. നേരത്തെ ഒറ്റ ലെയറിൽ വന്നിട്ടുള്ളൂ പ്രൈമറി oocyteന് പുറത്ത്, അങ്ങനെ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായത്. ഇനി ആ പ്രൈമറി ഫോളിക്കിളിൻ്റെ പുറത്ത് ഇനിയും ഒരുപാട് ഗ്രാനുലോസ സെല്ലുകളുടെ ലെയറുകൾ വരും. ലെയർ എന്ന് മാത്രമല്ല, ആൻഡ് എ ന്യൂ തീക്ക ഈസ് ഫോംഡ്. അത് മാത്രമല്ല, ഒരു ചേംബർ, ഒരു പുതിയ അറയും കൂടി ഇതിനുള്ളിൽ വരും. ഈ പ്രൈമറി ഫോളിക്കിളിനുള്ളിൽ വരും. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? അപ്പോൾ പ്രൈമറി ഫോളിക്കിൾ മാറി. പ്രൈമറി ഫോളിക്കിളിന് പുറത്ത് കുറേ ഗ്രാനുലോസ സെല്ലുകളുടെ ലെയർ വന്നു, അതിൻ്റെ അകത്തൊരു തീക്ക ഫോം ചെയ്തു. ഇപ്പോൾ പ്രൈമറി ഫോളിക്കിളിൻ്റെ പേരെന്തായി മാറി? സെക്കൻഡറി ഫോളിക്കിളായി മാറി. എന്തായി? സെക്കൻഡറി ഫോളിക്കിളായി മാറി. ഇപ്പോഴും സെക്കൻഡറി ഫോളിക്കിളിനകത്ത് ആരുണ്ട്? പ്രൈമറി oocyte ഉണ്ട് കേട്ടോ. പ്രൈമറി oocyte എന്ന് പേരുള്ള സാധനം ഇപ്പോൾ സെക്കൻഡറി ഫോളിക്കിളിനുള്ളിലുള്ളത്. ഇനി ഈ സെക്കൻഡറി ഫോളിക്കിൾ ട്രാൻസ്ഫോം ചെയ്ത് ടെർഷറി ഫോളിക്കിളായി മാറുന്നു. അപ്പോൾ എന്തായാലും മാറ്റം വന്നത്? സെക്കൻഡറി ഫോളിക്കിൾ ടെർഷറി ഫോളിക്കിളായി മാറുമ്പോൾ അതിന് പ്രത്യേകം എന്താ പറയുക നിങ്ങൾക്ക്? ഈ സെക്കൻഡറി ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വരും. എന്ത് വരും? സെക്കൻഡറി ഫോളിക്കിൾസിനകത്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. ആ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയുടെ പേരെന്താ പറയുക നിങ്ങൾക്ക്? ആൻഡ്രം. എന്താണ് പേര്? ആൻഡ്രം. ആ ആൻഡ്രം എന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വരുന്നതോടുകൂടെ സെക്കൻഡറി ഫോളിക്കിൾ എന്തായി മാറി? ടെർഷറി ഫോളിക്കിളായി മാറി. ഇപ്പോൾ ഈ ടെർഷറി ഫോളിക്കിളിനകത്താണ് ആരുള്ളത്? പ്രൈമറി oocyte ഉള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആദ്യം പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായി, ആ പ്രൈമറി ഫോളിക്കിളിൽ നിന്നും സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടായി, സെക്കൻഡറി ഫോളിക്കിളിൽ നിന്നും ടെർഷറി ഫോളിക്കിൾ ഉണ്ടായി. ഇപ്പോൾ ടെർഷറി ഫോളിക്കിളിനകത്ത് ആരാണുള്ളത്? പ്രൈമറി oocyte ഉണ്ട്. ഓക്കെ, ഇനി പ്രൈമറി oocyte within tertiary follicle grows and undergoes first meiotic division and forms secondary oocyte. ആ പ്രൈമറി oocyte ഉണ്ടല്ലോ, ഈ ടെർഷറി ഫോളിക്കിളിനകത്തല്ല അപ്പോൾ അതുള്ളത്. ആ ടെർഷറി ഫോളിക്കിളിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ഈ പ്രൈമറി oocyte അവിടെ വെച്ചാണ് മിയോസിസ് 1 നടക്കാൻ പോകുന്നത്, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഈ പ്രൈമറി oocyte ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അതിൽ നിന്നും എന്തുണ്ടായി? സെക്കൻഡറി oocyte ഉണ്ടായി. പ്രൈമറി oocyte എന്തായി മാറി? സെക്കൻഡറി oocyte ആയി മാറി. ഇപ്പോൾ ടെർഷറി ഫോളിക്കിളിനകത്ത് ഇപ്പോൾ ആരാ ഉള്ളത്? സെക്കൻഡറി oocyte ആണ്. ടെർഷറി ഫോളിക്കിൾ വീണ്ടും ഗ്രോത്ത് നടക്കുകയാണ്. ടെർഷറി ഫോളിക്കിൾ അഗെയിൻ ചേഞ്ചസ് ഇൻ ടു മെച്യൂർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ. ടെർഷറി ഫോളിക്കിൾ വീണ്ടും വളർന്നു. അങ്ങനെ ടെർഷറി ഫോളിക്കിൾ വീണ്ടും വളർന്ന് അത് മെച്യൂർ ഫോളിക്കിളായി മാറി. മെച്യൂർ ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാഫിയൻ ഫോളിക്കിൾ. എന്താ പേര്? ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ആദ്യം പ്രൈമറി ഫോളിക്കിൾ, പിന്നെ സെക്കൻഡറി ഫോളിക്കിൾ, പിന്നെ ടെർഷറി ഫോളിക്കിൾ, ഇപ്പോൾ മെച്യൂർ ഫോളിക്കിളായി അഥവാ ഗ്രാഫിയൻ ഫോളിക്കിളായി. ഇപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ അകത്താണ് സെക്കൻഡറി oocyte ഉള്ളത്. സെക്കൻഡറി oocyte ഇൻസൈഡ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ഗെറ്റ് സറൗണ്ടഡ് ബൈ എ മെംബ്രെയിൻ കാൾഡ് സോണ പെലുസിഡ ആൻഡ് ഫോംസ് ഓവം. ആ ഗ്രാഫിയൻ ഫോളിക്കിളിനകത്തുള്ള സെക്കൻഡറി oocyte ഉണ്ടല്ലോ, ആ സെക്കൻഡറി oocyte എന്ന സെല്ലിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു മെംബ്രെയിൻ വരും. എന്താ മെംബ്രെയിൻ്റെ പേര്?
സോണ പെലുസിഡ. അങ്ങനെ സോണ പെലുസിഡ എന്ന ലെയർ വരുന്നതോടുകൂടെ, ലെയർ ഇതിന് പുറത്ത് ഉണ്ടായതോടുകൂടെ സെക്കൻഡറി oocyte എന്തായി മാറി? ഓവമായി മാറി. സെക്കൻഡറി oocyte എന്തായി മാറി? ഓവായിട്ട് മാറി. ഇനി എന്ത് സംഭവിക്കും? ഇപ്പോൾ ഫോളിക്കിൾ മെച്ചുറായില്ലേ, ഗ്രാഫിയൻ ഫോളിക്കിളായി മാറിയില്ലേ? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടും. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ആൻഡ് റിലീസ് ദ ഓവം ഫ്രം ദ ഓവറി ബൈ ദ പ്രോസസ് കാൾഡ് ഓവുലേഷൻ. അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ അകത്തുള്ള ഓവം ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും അല്ലെങ്കിൽ ഓവറിയിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഓവറിയിൽ നിന്നും ഈ ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. റിലീസിങ് ഓഫ് ഓവം ഈസ് നോൺ ആസ് ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ റിലീസിങ് ഓഫ് ഓവമാണ്. ഓക്കെ, നേരത്തെ സ്പെർമിയേഷൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? സ്പെർമിയേഷൻ, റിലീസിങ് ഓഫ് സ്പേമിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്പെർമിയേഷൻ എന്ന് വിളിച്ചത്. അതുപോലെ റിലീസിങ് ഓഫ് ഓവത്തെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. അപ്പോൾ സ്പെർമിയേഷൻ, റിലീസിങ് ഓഫ് സ്പേം, ഓവുലേഷൻ, റിലീസിങ് ഓഫ് ഓവം. ഇതാണ് നമുക്ക് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഏത്? മെൻസ്ട്രുവൽ സൈക്കിൾ. എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ദ ഫീമെയിൽ പ്രൈമേറ്റ്സ്. ഫീമെയിൽ പ്രൈമേറ്റ്സിൽ നടക്കുന്ന, നമുക്കറിയാം പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ വിഭാഗങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്രൈമേറ്റ്സ് പറഞ്ഞാൽ മനുഷ്യന്മാർ, കുരങ്ങളൊക്കെ ഉൾപ്പെടുന്ന അല്ലേ, ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, മങ്കി, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്ങുട്ട, അങ്ങനെ കുറേ ടീം, അവരെല്ലാം കൂടി ചേർന്ന ആ വിഭാഗത്തെയാണ് എന്ത് വിളിക്കുക? പ്രൈമേറ്റ്സ് എന്ന് വിളിക്കുക. ആ പ്രൈമേറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ജീവികളിൽ മാത്രം അവരിൽ നടക്കുന്ന ആ പ്രൈമേറ്റ്സ് വിഭാഗത്തിലെ ഫീമെയിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മെൻസ്ട്രുവൽ സൈക്കിൾ. ഓക്കെ, അതായത് ഈ പ്രൈമേറ്റ്സ് അല്ലാത്ത മറ്റൊരു ജീവിയിലും, പശു, ആട് അല്ലെ, ഇങ്ങനെയുള്ള കുതിര, അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എന്തല്ല പ്രൈമേറ്റ്സ് അല്ല, അവരിലൊന്നും മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കൂല. അപ്പോൾ പ്രൈമേറ്റ്സ്, ഫീമെയിൽ പ്രൈമേറ്റ്സിൽ മാത്രമേ മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുള്ളൂ. ഇറ്റ് ഈസ് റിപ്പീറ്റഡ് അറ്റ് ആൻ ആവറേജ് ഇൻ്റർവൽ ഓഫ് എബൌട്ട് 28 to 29 days. ഇതിങ്ങനെ ആവർത്തിക്കും ഈ സൈക്കിള്. അതായത് ഏകദേശം 28 ദിവസം കഴിയുമ്പോൾ വീണ്ടും, അതായത് ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത് 28-29 ദിവസം വരെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മെൻസ്ട്രുവൽ സൈക്കിൾ ആരംഭിക്കും. ദ സ്റ്റാർട്ടിംഗ് ഓഫ് മെൻസ്ട്രുവേഷൻ അറ്റ് പ്യൂബർട്ടി ഈസ് കാൾഡ് മെനാർക്ക്. ശ്രദ്ധിക്കേണ്ട വാക്കാണേ, പലപ്പോഴും ചോദിച്ചൊരു സംഗതിയാണ്. പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഫീമെയിൽ എന്ത് ആരംഭിക്കുള്ളൂ? മെൻസ്ട്രുവേഷൻ ആരംഭിക്കുള്ളൂ. അങ്ങനെ ആ ഫീമെയിലിൽ മെൻസ്ട്രുവേഷൻ ആരംഭിക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് മെനാർക്ക്. എന്താ വിളിക്കുക? മെനാർക്ക് എന്ന് വിളിക്കും. ദ സീസിങ് ഓഫ് മെൻസ്ട്രുവേഷൻ അറൗണ്ട് 50 years ഓഫ് ഏജ് ഈസ് കാൾഡ് മെനോപോസ്. മാത്രമല്ല ഏകദേശം 50 വയസ്സാവുന്നതോടുകൂടെ ആ ഫീമെയിലിൽ എന്ത് അവസാനിക്കും? സീസിങ് നടക്കും, അവസാനിക്കും. എന്ത്? മെൻസ്ട്രുവേഷൻ അവസാനിക്കും, ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ അവസാനിക്കും. ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ അവസാനിക്കുന്നതോടെ മെൻസ്ട്രുവേഷൻ അവസാനിക്കും. അങ്ങനെ ഒരു ഫീമെയിലിൽ ഏകദേശം 50 വയസ്സാവുന്നതോടുകൂടെ മെൻസ്ട്രുവേഷൻ അവസാനിക്കുന്നുവെങ്കിൽ ആ അവസാനിക്കുന്ന പ്രോസസ്സിനെയാണ് മെനോപോസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? മെനോപോസ്. അപ്പോൾ മെനാർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഓഫ് മെൻസ്ട്രുവേഷൻ, മെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസിങ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഓഫ് മെൻസ്ട്രുവേഷനെയാണ് മെനോപോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ മെൻസ്ട്രുവൽ സൈക്കിളിൽ വ്യത്യസ്തങ്ങളായ ഫേസുകൾ ചേർന്നതാണ്, അഥവാ പ്രധാനമായിട്ടും 4 ഫേസുകളാണ് ഈ മെൻസ്ട്രുവൽ സൈക്കിളിലുള്ളത്. ഏതൊക്കെയാണ് മെൻസ്ട്രുവൽ സൈക്കിളിലെ 4 ഫേസുകൾ? ഈ ഓർഡർ തന്നെ പഠിക്കണം കേട്ടോ, ഈ ഓർഡർ തന്നെ പഠിക്കണം, മാറാൻ പാടില്ല. ഒന്നാമത്തേത് മെൻസ്ട്രുവൽ ഫേസാണ്. ഒന്നാമത്തേതാണ് മെൻസ്ട്രുവൽ ഫേസാണ് ഓർ മെൻസ്ട്രുവേഷനാണ്. രണ്ടാമത്തെ ഫേസിൻ്റെ പേരാണ് ഫോളിക്കുലാർ ഫേസ് ഓർ പ്രോലിഫറേറ്റീവ് ഫേസ്. ഫോളിക്കുലാർ ഫേസ് ഓർ പ്രോലിഫറേറ്റീവ് ഫേസ്. മൂന്നാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ് ഓർ ഓവുലേഷൻ. ഓവുലേറ്ററി ഫേസ് ഓർ ഓവുലേഷൻ. അവസാനത്തെ 4ാമത്തെ ഫേസിൻ്റെ പേരാണ് ലൂട്ടിയൽ ഫേസ് ഓർ സെക്രീറ്ററി ഫേസ്. എന്താണ് പേര്? ലൂട്ടിയൽ ഫേസ് ഓർ സെക്രീറ്ററി ഫേസ്. ആ ഓർ കഴിഞ്ഞിട്ടുള്ള ടേം പഠിച്ചില്ലെങ്കിലും ആദ്യത്തത് ഏറ്റവും മിനിമം ആദ്യത്തെങ്കിലും പഠിക്കണം. ഓക്കെ, മെൻസ്ട്രുവൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ്. ഇങ്ങനെയാണ് ആ ഫേസുകൾ വരുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ഫേസുകളുണ്ടല്ലോ,
ഈ ഓരോ ഫേസിലും നടക്കുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ എന്താണ് ഓരോ ഫേസിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മെൻസ്ട്രൽ ഫേസ് എടുക്കണം കേട്ടോ. മെൻസ്ട്രൽ ഫേസ്. ഡ്യൂറിങ് മെൻസ്ട്രൽ ഫേസ് menstrual flow occurs due to breakdown of endometrial lining of the uterus and its blood vessels. ഇത് lasts for 3 to 5 days. അതായത് മെൻസ്ട്രൽ ഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ മെൻസ്ട്രൽ ഫ്ലോ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുന്ന ആ ബ്ലീഡിങ് നടക്കാനുള്ള കാരണം? ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് യൂട്രസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, യൂട്രസിൻ്റെ 3 ലെയറുകൾ പഠിച്ചപ്പോൾ ഇന്നർ മോസ്റ്റ് ലെയറാണ് എൻഡോമെട്രിയം വിച്ച് അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു. അതിവിടെ വീണ്ടും പറയണം. അതായത് മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് ദ യൂട്രസ്. യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ആ ലെയർ, ആ ലൈനിങ് അത് പൊട്ടുന്നത് കൊണ്ടാണ്. ആൻഡ് ഇറ്റ്സ് ബ്ലഡ് വെസൽസ്. അത് പൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള ബ്ലഡ് വെസൽസും പൊട്ടും. അതാണ് മെൻസ്ട്രൽ ഫ്ലോ നടക്കാനുള്ള കാരണം. ഇത് ലാസ്റ്റ് ഫോർ 3 to 5 days. അപ്പോൾ ആദ്യത്തെ ഫേസായ, അതായത് മെൻസ്ട്രൽ സൈക്കിളിലെ ഒന്നാമത്തെ ഫേസായ മെൻസ്ട്രൽ ഫേസ് ഒരു 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഫേസ് നോക്കാം കേട്ടോ. എന്തായിരുന്നു രണ്ടാമത്തെ ഫേസ്? ഫോളിക്കുലാർ ഫേസ് അല്ലേ. ഡ്യൂറിങ് ഫോളിക്കുലാർ ഫേസ് ദ പ്രൈമറി ഫോളിക്കിൾസ് ഇൻ ദ ഓവറി ഗ്രോ ടു ബിക്കം എ ഫുള്ളി മെച്വർ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇവിടെ എക്സാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയാം നിങ്ങൾക്ക്? ഇവിടെ ഓരോ ഫേസിലും നടക്കുന്ന പ്രോസസ്സുകൾ തരും. ചിലപ്പോൾ അവിടെ നടക്കുന്ന പ്രധാന സംഭവ വികാസം തന്നിട്ട് ഇത് ഏത് ഫേസിലാണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ ഇന്ന ഫേസിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ച്, ഒരു പ്രധാനപ്പെട്ട ഈവൻ്റ് എഴുതാൻ പറയും. അപ്പോൾ മെൻസ്ട്രൽ ഫേസിൽ നിങ്ങൾ ഏറ്റവും മിനിമം ഓർക്കേണ്ടത് ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം. എന്താണ് ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം എന്ന് മിനിമം പഠിക്കുക. ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഡീജനറേഷൻ എന്ന് വിളിക്കാം. നശിച്ചു പോവുക, കേടുന്നു പോവുക. ഡീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം. അത് ഏറ്റവും മിനിമം പഠിക്കുക മെൻസ്ട്രൽ ഫേസിൽ കേട്ടോ. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് പ്രൈമറി ഫോളിക്കിൾ വളർന്ന് 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 അത് മെച്വർ ഗ്രാഫിയൻ ഫോളിക്കിളാകുന്ന ഘട്ടങ്ങൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ. പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളായി, പിന്നെ ടെർഷ്യറി ആയി, പിന്നെ ഗ്രാഫിയനായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പ്രൈമറി ഫോളിക്കിൾ ഇങ്ങനെ വളർന്ന് വളർന്ന് അത് മെച്വറായ ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുന്നത് ഏത് ഫേസിലാണ്? ഫോളിക്കുലാർ ഫേസിലാണ്. മാത്രമല്ല അതേസമയം സൈമൾട്ടേനിയസ്ലി അതേസമയം ദ എൻഡോമെട്രിയം ഓഫ് യൂട്രസ് റീജനറേറ്റ്സ് ത്രൂ പ്രോലിഫറേഷൻ. സെല്ലുകളുടെ പെട്ടെന്ന് ഡിവിഷൻ നടന്നുകൊണ്ട് തൊട്ട് മുമ്പത്തെ മെൻസ്ട്രൽ ഫേസിൽ പൊട്ടിപ്പോയ ബ്രേക്ക് ഡൗൺ സംഭവിച്ച ലെയർ ഉണ്ടല്ലോ. ഏത് ലെയറാണത്? എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയം എന്ന ലെയർ വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നു. വീണ്ടും പുതിയതായിട്ട് വീണ്ടും പുതിയ എൻഡോമെട്രിയം എന്ന ലെയർ ഉണ്ടാകുന്നു. അപ്പോൾ ഫോളിക്കുലാർ ഫേസിൽ പ്രധാനമായിട്ടും 2 സംഗതികൾ നടക്കുന്നത്. ഒന്ന്, പ്രൈമറി ഫോളിക്കിൾ ഗ്രോസ് ഇൻ ടു മെച്വർ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഒന്ന് കേട്ടോ, പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്സ് ഇൻ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ. രണ്ടാമത്തെ പറഞ്ഞാൽ എന്താണ്? എൻഡോമെട്രിയം റീജനറേറ്റ്സ് അല്ലെങ്കിൽ റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം. ഇങ്ങനെ 2 പ്രോസസ്സുകളാണ് രണ്ടാമത്തെ ഫോളിക്കുലാർ ഫേസിൽ നടക്കുന്നത്. ആദ്യത്തെ മെൻസ്ട്രൽ ഫേസ് 3 മുതൽ 5 വരെ ദിവസങ്ങളാണെങ്കിൽ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ, 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ അത്രയും നീണ്ടു നിൽക്കുന്നതാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. ഏകദേശം 8 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഫേസ്. ആകെ എത്ര ദിവസങ്ങളാണുള്ളത്? 28 or 29 അല്ലേ. ഇനി നമ്മൾ ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞ് അടുത്ത ഫേസിലേക്ക് പോവുകയാണേ. അടുത്ത ഫേസ് ഓവുലേറ്ററി ഫേസിലേക്ക്, മൂന്നാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ് അല്ലേ. ആ ഓവുലേറ്ററി ഫേസിലെ ഓവുലേഷനിൽ പോകുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഗൊണാഡോട്രോപ്പിൻസ് എന്ന് വിളിച്ച ഹോർമോണുകളില്ലേ, ആരൊക്കെ വരുന്നത്? LH-ഉം FSH-ഉം. LH-ഉം FSH-ഉം. അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഏകദേശം മധ്യ ദിവസമാകുന്ന സമയത്ത് ബോത്ത് LH ആൻഡ് FSH അറ്റൈൻ എ പീക്ക് ലെവൽ ഇൻ ദ മിഡിൽ ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എബൌട്ട് ദ 14th ഡേ. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിൽ ഡേ ആയ അഥവാ 28 ദിവസമാണല്ലോ അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ മധ്യ ദിവസം എന്ന് പറയുന്നത് ഏകദേശം 14ാം ദിവസം. ആ 14ാം ദിവസം ആകുന്നതോടുകൂടെ LH-ഉം FSH-ഉം അതിൻ്റെ പീക്ക് ലെവലിലെത്തുന്നു. LH-ഉം FSH-ഉം അതിൻ്റെ പീക്ക് ലെവലിലെത്തുന്നു. മാത്രമല്ല റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ലീഡിങ് ടു ഇറ്റ്സ് മാക്സിമം ലെവൽ ഡ്യൂറിങ് ദ മിഡ് സൈക്കിൾ. ഈ
FSHനേക്കാളും കൂടിയ അളവിൽ റാപ്പിഡായിട്ട് ധാരാളമായിട്ട് പെട്ടെന്ന് LHൻ്റെ സെക്രീഷൻ ധാരാളമായിട്ട് കൂടുകയും അങ്ങനെ LH അതിൻ്റെ മാക്സിമം ലെവൽ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ LH അതായത് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ മിഡ് ഡേയിൽ അഥവാ 14th ഡേയിൽ LH അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്തുന്ന ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് LH സർജ്. അപ്പോൾ എന്താണ് LH സർജ് ചോദിച്ചാൽ എന്താ പറയുക? ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഡ്യൂറിങ് വിച്ച് റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ലീഡിങ് ഇൻ ടു ഇറ്റ്സ് മാക്സിമം ലെവൽ. റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ലീഡിങ് ടു മാക്സിമം ലെവൽ അല്ലെങ്കിൽ മാക്സിമം ലെവൽ ഓഫ് LH ഈസ് നോൺ ആസ് LH സർജ് അല്ലെ. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ മാക്സിമം ലെവൽ ഓഫ് LH ഈസ് നോൺ ആസ് LH സർജ്. അങ്ങനെ ഈ LHൻ്റെ അഥവാ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് മാക്സിമത്തിൽ അഥവാ അതിൻ്റെ പീക്കിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുക എന്ന് പറയുന്നത്? ഡ്യൂറിങ് ഓവുലേറ്ററി ഫേസ് the maximum level of LH induces the rupture of Graafian follicle and thereby the release of ovum. അങ്ങനെ LHൻ്റെ അളവ് മാക്സിമത്തിലെത്തുന്നതോടുകൂടെ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നു. അതായത് LHൻ്റെ അളവ് മാക്സിമത്തിൽ എത്തുമ്പോൾ ആ LH പ്രേരിപ്പിക്കണം, ഇൻഡ്യൂസ് ചെയ്യണം എന്തിനെ? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടാൻ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അപ്പോൾ LHൻ്റെ അളവ് മാക്സിമത്തിലാകുന്നതോടുകൂടെ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുകയും ആ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ അകത്ത് നിന്നും നേരത്തെ നമ്മൾ പറഞ്ഞു ഓവം റിലീസ് ചെയ്യുന്നു അഥവാ ഓവുലേഷൻ നടക്കുന്നു. അപ്പോൾ ഓവത്തിൻ്റെ റിലീസിങ് അഥവാ ഓവുലേഷൻ നടക്കുന്നത് കൊണ്ടാണ് മൂന്നാമത്തെ ഈ ഫേസിനെ ഓവുലേറ്ററി ഫേസ് എന്ന് വിളിച്ചത്. എന്നാണ് ഓവുലേറ്ററി ഫേസിൻ്റെ ദിവസം ഏതാണ്? 14th ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ അല്ലേ. ഇനി നമ്മൾ അവസാനത്തെ ഫേസിലേക്ക് പോകട്ടോ. ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഫേസാണ്. അവസാനത്തെ ഫേസാണ് ലൂട്ടിയൽ ഫേസ്. അതിൻ്റെ സെക്രീറ്ററി ഫേസ് എന്നും വിളിക്കുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്? ദ റിമൈനിങ് പാർട്സ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ആസ് ദ കോർപ്പസ് ലൂട്ടിയം. ഇപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയില്ലേ? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് അതിൽ നിന്നും ആര് പുറത്തേക്ക് വന്നത്? ഓവം റിലീസ് ചെയ്തത് അല്ലേ. ആ ബാക്കിയുള്ള ഓവൊക്കെ പുറത്തേക്ക് ചാടിപ്പോയതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് തന്നെ വിളിക്കാം അല്ലേ, റിമൈനിങ് പാർട്സ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ആ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റിമൈനിങ് പാർട്ടിൽ നിന്നും ആ റിമൈനിങ് പാർട്ടുകൾ കൂടി ചേർന്ന് അവർ മറ്റൊരു സ്ട്രക്ചറായി മാറുക കേട്ടോ. അവർ ട്രാൻസ്ഫോം ചെയ്ത് മറ്റൊരു സ്ട്രക്ചറായി മാറുകയാണേ. അങ്ങനെ ഈ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റിമൈനിങ് പാർട്സിൽ നിന്നും ഉണ്ടാകുന്ന സ്ട്രക്ചറിൻ്റെ പേരെന്താ നിങ്ങൾക്ക്? കോർപ്പസ് ലൂട്ടിയം. ശ്രദ്ധിക്കണേ, കോർപ്പസ് ലൂട്ടിയം. ഒന്ന് പറഞ്ഞേ, കോർപ്പസ് ലൂട്ടിയം. എവിടുന്ന കോർപ്പസ് ലൂട്ടിയം ഉണ്ടായത്? ഫ്രം ദ റിമൈനിങ് പാർട്സ് ഓഫ് റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. കൂടി പറഞ്ഞേ, ഫ്രം ദ റിമൈനിങ് പാർട്സ് ഓഫ് റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. റപ്ചർ ചെയ്ത പൊട്ടിയ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റിമൈനിങ് പാർട്സിൽ നിന്നുമാണ് ഏത് സ്ട്രക്ചർ ഉണ്ടാകുന്നത്? കോർപ്പസ് ലൂട്ടിയം എന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയം എന്ന സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാൻ പോകണേ. അതിന് മുമ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 ഫേസുകളുണ്ടല്ലോ. ഈ 4 ഫേസുകൾ കാണിക്കുന്ന ഒരു ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കൂ. ഈ ഡയഗ്രാം പലപ്പോഴും എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക നിങ്ങൾക്ക്? ഇവിടെ 2 ഒവേറിയൻ ഹോർമോൺസിൻ്റെ അതിൻ്റെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ 2 പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ ഗ്രാഫും കാണിച്ചിട്ടുണ്ട്. എങ്ങനെ? ഒവേറിയൻ ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഹോർമോണുകളുടെ പേര് അത് കൂടെ അറിഞ്ഞിരിക്കണം. ഒന്ന് ഈസ്ട്രജൻ, മറ്റൊന്ന് പ്രൊജസ്റ്റിറോൺ. ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രൊജസ്റ്റിറോൺ എന്ന ഹോർമോണും പ്രൊജസ്റ്റോജൻ എന്ന ഹോർമോണും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒവേറിയൻ ഹോർമോൺസ് അറിയപ്പെടുന്നത് അഥവാ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ഒന്ന് ഈസ്ട്രജനും മറ്റൊന്ന് പ്രൊജസ്റ്റിറോണുമാണ്. എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെയാണ് നമ്മൾ പിറ്റ്യൂട്ടറി ഹോർമോൺസ് വിളിക്കുന്നത്. ആ പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ ലെവലാണ് ഈ ചിത്രത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ള 2 ഗ്രാഫുകൾ അല്ലേ. ആരൊക്കെയുണ്ടായില്ലേ? പിറ്റ്യൂട്ടറി ഹോർമോൺസ് അറിയപ്പെടുന്ന ആരൊക്കെയുണ്ട്? LHും ഉണ്ട്, FSHും ഉണ്ട്. അപ്പോൾ ഈ 4 കർവുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇതിന് ഉള്ളിലുള്ള ഡയഗ്രാം നോക്കി. നിങ്ങൾ ഈ 2 ഹോർമോണുകളുടെ ഇടയിൽ ആദ്യം ചെറിയൊരു പ്രൈമറി ഫോളിക്കിൾ, അതിങ്ങനെ ഡെവലപ്പിംഗ് ഫോളിക്കിൾ, അങ്ങനെ മെച്യൂർ ഫോളിക്കിളായി മാറുന്നു. അങ്ങനെ ഫോളിക്കിൾ മെച്യൂറായി കഴിഞ്ഞാൽ അത് പൊട്ടി ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു, ഓവുലേഷൻ. അങ്ങനെ ആ പൊട്ടിയ റിമൈനിങ് പാർട്സിൽ നിന്നും ആരുണ്ടായി? കോർപ്പസ് ലൂട്ടിയം ഉണ്ടായി. പിന്നെ അങ്ങനെ ആ കോർപ്പസ് ലൂട്ടിയം ചെറുതായി ഇങ്ങനെ വരുന്നു. വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും മെൻസ്ട്രുവൽ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാണ്. വീണ്ടും മെൻസ്ട്രുവേഷനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താ പറയുക നിങ്ങൾക്ക്? ഈ ഗ്രാഫുകൾ കൊടുത്തിട്ട്
ഒവേറിയൻ ഹോർമോൺസിൻ്റെ ചിലപ്പോൾ ഈ ഡയഗ്രത്തിൽ ഇങ്ങനെ ഫുൾ ഡയഗ്രം തരാതെ ഒരു ഗ്രാഫ് കൊടുത്തിട്ട് അതിൽ ഈസ്ട്രോജനും പ്രൊജസ്റ്ററോൺ ഈ രണ്ട് ഒവേറിയൻ ഹോർമോൺസ് മാത്രം കൊടുത്തിട്ട് ഇങ്ങോട്ട് പറയും ഇതിൽ ഏതാണ് ഈസ്ട്രോജൻ ഏതാണ് പ്രൊജസ്റ്ററോൺ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എളുപ്പമാർഗം പറയട്ടോ. ഈസ്ട്രോജന് 2 പീക്കുകളുണ്ട്. ഈസ്ട്രോജന് അങ്ങനെ ഈസ്ട്രോജന് 2 ഉയർച്ചകളുണ്ട്. കാരണം നിങ്ങൾ ആ ഗ്രാഫ് നീല ഈസ്ട്രോജൻ നീല ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഏകദേശം 14-ാം ദിവസത്തിന് സമയത്തൊന്ന് കൂടിയിട്ട് പിന്നെ അടുത്ത ലൂട്ടിയൽ ഫേസിൽ വീണ്ടും കൂടുന്നുണ്ട്. അപ്പോൾ 2 ഉയർച്ചകളുള്ളത് ഏതിന് മാത്രമാണ്? ഈസ്ട്രോജനാണ്. എന്നാൽ പ്രൊജസ്റ്റിറോൺ എന്ന ഹോർമോൺ, ആ പ്രൊജസ്റ്റിറോൺ ലൂട്ടിയൽ ഫേസിൽ മാത്രമാണ് ഉയരുന്നത്. 14th ഡേയിലൊന്നും ഇല്ലല്ലോ. കാരണം നമ്മൾ പഠിക്കാനുണ്ട്, തൊട്ടുമുമ്പ് പറഞ്ഞ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ പഠിക്കാണ്ട്, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കാണ്ട്, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ലൂട്ടിയൽ ഫേസിലല്ലേ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നത്, അതുകൊണ്ടല്ലേ പേരനങ്ങനെ വന്നതല്ലേ. ലൂട്ടിയൽ ഫേസിലാണ് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നത്. ആ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. ആ പ്രൊജസ്റ്റിറോൺ എന്ന ഹോർമോൺ ലൂട്ടിയൽ ഫേസിൽ മാത്രമാണ് അതിൻ്റെ ഉയർച്ച. കണ്ടല്ലോ. എന്നാൽ ഈസ്ട്രോജൻ 2 പീക്കുകളുണ്ട്. അപ്പോൾ ഒവേറിയൻ ഹോർമോൺസ് തിരിച്ചറിയാനുള്ള പഠിച്ചില്ലേ? എങ്ങനെ പഠിച്ചത്? ഈസ്ട്രോജന് 2 ഉയർച്ചകൾ ഉണ്ടാവും. ആ മിഡിൽ ഡേയിൽ അഥവാ 14th ഡേയിലും പിന്നെ ലൂട്ടിയൽ ഫേസിലുണ്ട്. എന്നാൽ പ്രൊജസ്റ്റിറോൺ എന്ന് പേരുള്ള ആ ഹോർമോണ് അത് ലൂട്ടിയൽ ഫേസിൽ മാത്രമേ ഉയർച്ചുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പിറ്റ്യൂട്ടറി ഹോർമോണിലേക്ക് പോകട്ടോ. ഏറ്റവും മുകളിൽ പിറ്റ്യൂട്ടറി ഹോർമോൺ LH ഉം FSH ഉണ്ട്. അത് രണ്ടിനും ഒരുമിച്ച് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് LH ഏത് FSH ഏതാ? സിമ്പിളായിട്ട് പറഞ്ഞൂടെ? എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ LH ആണ് റാപ്പിഡ് സെക്രീഷൻ. രണ്ടും അതിൻ്റെ മാക്സിമം അളവിലേക്ക് എത്തും, പക്ഷേ LHൻ്റെ അളവ് ഒന്നും കൂടി കൂടും. അപ്പോൾ ഈ 2 ഗ്രാഫും കൂടെ ഇങ്ങനെ നോക്കിയിട്ട് 14th ഡേയിൽ 14-ാമത്തെ ദിവസം ആരാണ് കൂടുതൽ ഉയർന്നിട്ടുള്ളത്? ആ കൂടുതൽ ഉയർന്ന പീക്കുള്ളതായിരിക്കും ആര്? LH. ഉയർന്ന പീക്കുള്ളതായിരിക്കും ആര്? LH. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ നിങ്ങളിങ്ങനെ കളറുകൾ കാണുന്നുണ്ടല്ലേ, റെഡും ബ്ലൂ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റെഡും ബ്ലൂ ഒക്കെ ഉണ്ടാവുമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. അപ്പോൾ അവിടെ തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? അവിടെ തിരിച്ചറിയാനുള്ള മാർഗം LH ഉം FSH ഉം ആണെങ്കിൽ LH ആയിരിക്കും FSHനേക്കാളും ഉയരത്തിൽ പീക്ക് കൂടുതലുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഗ്രാഫ് ആ രൂപത്തിൽ പഠിക്കുക, ഈ ചിത്രം ആ രൂപത്തിൽ പഠിക്കാൻ മറക്കരുത്. ഇനി കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ പറയട്ടെ. ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. എവിടുന്ന കോർപ്പസ് ലൂട്ടിയം ഉണ്ടായത്? റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ, പൊട്ടിയ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും റിമൈനിങ് പാർട്സിൽ നിന്നും ഉണ്ടായ സ്ട്രക്ചറായിരുന്നു കോർപ്പസ് ലൂട്ടിയം. ആ പൊട്ടിയ ഒരു റിമൈനിങ് പാർട്സ് ഉണ്ടായ സാധനമാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോർപ്പസ് ലൂട്ടിയം. എന്താ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഇമ്പോർട്ടൻസ്? ദ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് ഹോർമോൺ കാൾഡ് പ്രൊജസ്റ്റിറോൺ. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരെന്താ നിങ്ങൾക്ക്? പ്രൊജസ്റ്റിറോൺ എന്ന ഒരു ഹോർമോൺ. അപ്പോൾ തൊട്ട് നമ്മൾ കാണിച്ചില്ലേ ഒവേറിയൻ ഹോർമോൺ എന്ന് പറഞ്ഞ് കാണിച്ചത് നിങ്ങൾക്ക്? ആ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടല്ലോ, ആ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രൊജസ്റ്റിറോൺ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം. ആ പ്രൊജസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ധർമ്മം എന്താ പറയുക നിങ്ങൾക്ക്? അത് എൻഡോമെട്രിയം നിലനിൽക്കണമെങ്കിൽ അത് വേണം. എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യമാണ്, എസെൻഷ്യലാണ്. ഓക്കെ. എന്തിനാ ഇപ്പോൾ എൻഡോമെട്രിയം നിലനിൽക്കണേ? എൻഡോമെട്രിയം പൊട്ടിപ്പോയിക്കോട്ടെ. എൻഡോമെട്രിയം എങ്ങനെ പൊട്ടും? അടുത്ത മാസം വീണ്ടും ഉണ്ടാകും, വീണ്ടും പൊട്ടും, വീണ്ടും ഉണ്ടാകും അല്ലേ? ആ സാധനമല്ലേ. എന്തിനാ എൻഡോമെട്രിയം നിലനിൽക്കേണ്ട ആവശ്യം? കുട്ടികളെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫെർട്ടിലൈസേഷൻ നടന്ന സൈഗോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ആ സൈഗോട്ട് വന്നിട്ട് ഒട്ടിപ്പിടിക്കേണ്ടത് ഇംപ്ലാന്റേഷൻ, നമ്മൾ റീപ്രൊഡക്റ്റീവ് ഇവൻ്റ് ആദ്യം പഠിച്ചോ പറഞ്ഞു. ആ എംബ്രിയോ വന്നിട്ട് ഒട്ടിപ്പിടിക്കേണ്ടത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു മണ്ണിൽ ഒരു ചെടിയുടെ വേരിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലെ ആ എംബ്രിയോ വന്നിട്ട് ഈ എൻഡോമെട്രിയം എന്ന ലെയറിൽ ഒട്ടിപ്പിടിച്ച് വളരണം. ഓക്കെ. അപ്പോൾ ഒട്ടിപ്പിടിച്ച് വളരണമെങ്കിൽ ആരുണ്ടാവണം അവിടെ? എൻഡോമെട്രിയം ഉണ്ടാവണം. അപ്പോൾ പിന്നെ ഒരു തവണ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ 9 മാസം, നമ്മളുടെ ജസ്റ്റേറ്ററി പീരീഡ് എന്ന് പറയുന്നത് 9 മാസമാണ്. ആ 9 മാസം ഒട്ടിപ്പിടിച്ച് വളരേണ്ടത് എവിടെയാണ്? ഈ എൻഡോമെട്രിയം എന്ന ലെയറിലാണ്. നമ്മളിങ്ങനെ വളർന്ന് നമുക്കറിയാം പിന്നെ ജനിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ തൂക്കമൊക്കെ 1.5, 1.25, 2, 2.5 കിലോഗ്രാം ഒക്കെ ഉണ്ടാവും. അത്രയും തൂക്കമുള്ള ആ എംബ്രിയോ
എവിടെ ഒട്ടിപ്പിടിച്ചാൽ വളരേണ്ടത്? എൻഡോമെട്രിയത്തിലാണ്. പൊട്ടിപ്പോകാൻ പാടില്ല. ആ എൻഡോമെട്രിയം പൊട്ടിപ്പോവാതെ നിലനിർത്തുന്നത് ആരാണ്? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ ഏറ്റവും മിനിമം പ്രൊജസ്റ്റിറോൺ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം എന്നെങ്കിലും എഴുതുക. ആ എൻഡോമെട്രിയം നിലനിൽക്കേണ്ട ആവശ്യം എന്താണ്? വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്ലാന്റേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം. ആ ഓവത്തിന് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ, അത് സൈഗോട്ടായി മാറിക്കഴിഞ്ഞാൽ, എംബ്രിയോ മാറിക്കഴിഞ്ഞാൽ, അത് വന്ന് ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ആര് വേണം? എൻഡോമെട്രിയം ഉണ്ടാവണം. എൻഡോമെട്രിയം പിന്നെ പൊട്ടിപ്പോകാൻ പാടില്ല. ഓക്കെ, ഇതാണ് കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്തത്. ആ പ്രൊജസ്റ്റിറോൺ ആണ് എൻഡോമെട്രിയം നിലനിർത്താൻ സഹായിച്ചത്. ഓക്കെ, ഇത്രയാണ് നമുക്ക്